അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ്. അപ്പോൾ ഞാൻ കുളിച്ച് വന്നിട്ടുള്ളൂ, മേക്കപ്പ് ചെയ്തു. ഇനി എനിക്ക് ഹെയറൊക്കെ ഒന്ന് ഉണക്കാനുണ്ട്. നമ്മൾ ഷോപ്പിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടുന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്, എനിക്ക് കുറച്ച് ഐറ്റംസ് റീസ്റ്റോക്ക് ചെയ്യാനുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മളൊരു ചലഞ്ച് വീഡിയോ എടുക്കണം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് പോയാലോ. അങ്ങനെ ഞാൻ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ ഡെയിലി ഒന്നും ഹെയർ ഹീറ്റ് ചെയ്യാറില്ല കേട്ടോ. വല്ലപ്പോഴും ഒന്ന് നല്ലപോലെ നടക്കണം തോന്നുമ്പോൾ അങ്ങോട്ട് മുടി സെറ്റ് ചെയ്യും. മുടി സെറ്റ് ചെയ്തില്ലെങ്കിൽ എന്നെ കാണാൻ ഒരു മുട്ട പോലെ ഇരിക്കും. എന്റെ മുടി നല്ല നീളവും കനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഡെലിവറിക്ക് ശേഷം മുടി നല്ല കൊഴിച്ചിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഷോൾഡർ വരെ വെച്ച് വെട്ടി. ഇപ്പതാ ഇത്ര നീളം വെച്ചിട്ടോ. പക്ഷെ കൊഴിച്ചിലിനൊരു പഞ്ഞോ ഇല്ല. ഭയങ്കര സിമ്പിൾ ആയിട്ടാണ്, ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ബ്ലോ ഡ്രൈ ചെയ്തു. സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ മെനക്കെട്ടുള്ള സ്ട്രെയിറ്റനിങ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും കൂടെ ഒന്ന് ആക്കി, അത്രേ ഉള്ളൂ കേട്ടോ. അതെ, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് വാച്ച് അടിച്ചു മാറ്റാം. എനിക്ക് ആകെ ഒരു വാച്ചേ ഉള്ളൂ, ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒരു വാച്ചേ ഉള്ളൂ. അപ്പം അമ്മയുടെ ആണെങ്കിൽ വാച്ചിൻ്റെ ഒരു 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 എന്താ പറയുക, കളക്ഷൻ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് അമ്മയുടെ നിന്ന് ഒരു വാച്ച് അടിച്ചു മാറ്റാം. എനിക്ക് കുറെ വാച്ചുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സൂക്ഷില്ലാത്തതുകൊണ്ടും മറവിയുള്ളതുകൊണ്ടും ഇപ്പൊ കറന്റ്ലി ആകെ ഒരു വാച്ചേ ഉള്ളൂ കേട്ടോ. അമ്മയുടെ പാട്ടൊക്കെ ആസ്വദിച്ചിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത്. അമ്മ ഒരു വാച്ച് തരുമോ? ഓക്കെ, നമുക്കെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്കൊരു വാച്ച് കളക്ഷൻ. ഇത് അമ്മയുടെ ചെറിയ റൂമാണ് കേട്ടോ. ബുക്സൊക്കെ ഭയങ്കര വായനാശീലമുള്ള ആൾക്കാരാണ്. ഇതൊന്നും അല്ല കേട്ടോ, ലൈബ്രറി അപ്പുറത്തെ റൂമിലുണ്ട്. നമ്മുടെ ഓഫീസ് റൂമിൽ വേറെ ലൈബ്രറി ഇരിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ വാച്ചുകളുണ്ട്, നമുക്ക് ഏതാന്ന് വെച്ചാൽ തപ്പിയെടുക്കാം. അമ്മയ്ക്ക് വാച്ച് കളക്ഷൻ മാത്രല്ല കേട്ടോ, സാരി, ചെരുപ്പ്, ഡ്രസ്സുകൾ ഇതെല്ലാം അമ്മ സൂക്ഷിച്ചു വെക്കും. പ്രീ ഡിഗ്രി കാലം മുതലൊക്കെയുള്ള നിത്യോപയോഗ ലിസ്റ്റ് തന്നെ അമ്മയുടെ ഉണ്ട് കേട്ടോ. അത് പിന്നീട് ഒരു കളക്ഷൻ ആയി മാറി. നൊസ്റ്റുവിന്റെ ആളാണേ, കൂടെ OCD. സത്യം പറഞ്ഞാ ഈ സാധനങ്ങൾ സൂക്ഷിക്കാന്ന് പറഞ്ഞൊരു ക്വാളിറ്റി അല്ലേ, എനിക്ക് ഒട്ടും ഇല്ലാത്തതാണ് കേട്ടോ അത്. അമ്മയുടെ കളക്ഷനിൽ ഈ 3 വാച്ചുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ ബ്ലാക്ക് വാച്ച് ഫൈനലൈസ് ചെയ്തു കേട്ടോ. ഈ ഒരു വാച്ച് ഇടാന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വാച്ചുകൾ, പഴയ ടൈപ്പ് മോഡൽസ് കേട്ടോ. അപ്പോൾ ഞാൻ അവസാനം വിചാരിച്ചു ഇതിടാന്ന്. ഓക്കെ, ഇനി നമുക്ക് ചെറുതിനെ ഒരുക്കാം. അവളവിടെ ഓടിക്കളിക്കുന്ന ഡ്രസ്സൊന്നും ഇടാതെ നമുക്ക് വിളിച്ചു നോക്കട്ടെ, വരുമോ നോക്കാം. കുഞ്ഞു, ആമി ആമി ഇങ്ങോട്ട് വായോ, ഡ്രസ്സിലുണ്ടേ. ആമി ഊഞ്ചി പോയി ഗൈസ്, സാരല്ല. ഇന്ന് ചെറുതിനെ ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇടിപ്പിക്കാൻ പോകുന്നത്. ഇതൊരു കോട്ട് സെറ്റാണ്. അപ്പോൾ നമുക്ക് ഇത് ഇടിപ്പിക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ ഇറങ്ങി കേട്ടോ. കുഞ്ഞിന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു, പക്ഷെ കുട്ടി ഉറങ്ങിയില്ല. പുറത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ പിന്നെ അവൾക്ക് ഉറക്കമില്ല, തീറ്റയില്ല, ഒന്നുമില്ല. അത്ര ഇഷ്ടമാണ് കേട്ടോ പുറത്തേക്ക് പോവാന്. ഞാനിപ്പോ ഈ പോകുന്നത് പ്രോപ്പർ ലിസ്റ്റ് പോലും ഇല്ലാതെയാണ് കേട്ടോ. എന്തൊക്കെയാ മേടിക്കണ്ടേന്നുള്ള ഒരു പ്ലാന് പോലും ഇല്ല കേട്ടോ. അന്നിനേതാ നമ്മൾ ശോഭയിൽ എത്തിട്ടോ. പിന്നെ കുറെ നേരം തേരാപ്പാരം നടന്ന് അവസാനം നമ്മളൊരു ഷോപ്പിലോട്ട് കയറിട്ടോ. മുമ്മൂസോ എന്നാണ് ആ ഷോപ്പിന്റെ പേര്. ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നല്ല ക്യൂട്ട് ഐറ്റംസ് ഒക്കെ നമ്മുടെ അവിടെ കിട്ടുന്നുണ്ട്. എന്ത് രസമാണെന്നറിയോ കാണാം. എനിക്ക് ആ കട മുഴുവൻ അങ്ങോട്ട് മേടിക്കാൻ തോന്നി, പക്ഷേ പറ്റില്ലല്ലോ. കുഞ്ഞാമിക്ക് അവിടെ നിന്ന് പോരണമെന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഗൈസ്, ഈ കപ്പൊക്കെ കണ്ടോ, എന്തൊരു ക്യൂട്ടാണെന്നറിയോ. അങ്ങനെ എല്ലാം മേടിക്കണം എന്നുണ്ടെങ്കിലും അവിടുന്ന് ഒരു ഐറ്റം ഞാൻ മേടിച്ചു കേട്ടോ. ഇത് ഞാൻ അവസാനം കാണിക്കാം, നല്ല രസമാണ് കാണാൻ. പിന്നീട് നമ്മളൊരു ഫാൻസി ഷോപ്പിക്കാണ് കേട്ടോ പോയത്, ശോഭയിൽ തന്നെ. അവിടുന്ന് അമ്മയ്ക്കൊരു മൂക്കുത്തിയൊക്കെ മേടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും കിട്ടിയില്ല ഗൈസ്. ഭയങ്കര തടിയാണ് അതിൻ്റെ കാലിന്. അങ്ങനെ അവിടുന്ന് ഞാനൊരു ക്ലിപ്പ് വാങ്ങി, ഇപ്പോഴത്തെ ട്രെൻഡിങ് ക്ലിപ്പ് ഉണ്ടല്ലോ അത്. പിന്നെ ഗൈസ് പറയാതിരിക്കാൻ വയ്യ, ഇവിടെ ഒടുക്കത്തെ കളക്ഷനാണ് കേട്ടോ. നിങ്ങൾ എങ്ങനെ ശോഭയിലോട്ട് വരികയാണെങ്കിൽ ഈ ഷോപ്പ് മറക്കരുത്, അത്ര അടിപൊളി കളക്ഷൻസ് ആണ്. പിന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് ഐറ്റംസ് മേടിക്കാനുണ്ടായിരുന്നു, കുഞ്ഞൂനും എനിക്കും. അങ്ങനെ കുറച്ച് ഐറ്റംസ് മേടിക്കാനുണ്ടായിരുന്നു. അപ്പം അതാടാ ഇവിടെയും ക്യൂട്ട് ഐറ്റംസ്. ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടോ. ഒരെണ്ണെങ്കിലും എടുക്കാനൊരു പൂതി. ഈ ക്യൂട്ട് നോട്ട് പാഡ് കണ്ടോ, ഇതിനൊക്കെ 69 റുപ്പീസ് ഉള്ളൂ ഗൈസ്. ഞാൻ ഒന്നും നോക്കിയില്ല കേട്ടോ, ഒരെണ്ണം എടുത്തേ. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് കാൽക്കുലേറ്റർ, ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. അങ്ങനെ ഇവിടെ നിന്നും കുറച്ച് ക്യൂട്ട് ഐറ്റംസ് ഒക്കെ വാങ്ങി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അതാരാ ഇരിക്കുന്നത് നോക്കൂ, നമ്മുടെ കുഞ്ഞാമി.
അവൾക്ക് ഇങ്ങനെ ഓരോ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൾക്ക് നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി, ക്രയോൺസ്, കളറിംഗ് ബുക്ക്, പിന്നെ അങ്ങനത്തെ ഓരോ ഐറ്റംസ് കേട്ടോ. പിന്നെ നമ്മൾ യൂസ്റ്റാല് വന്നു കേട്ടോ, ശോഭയിൽ തന്നെ. അവിടെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ നൈറ്റ് വെയേഴ്സ് ഒക്കെ നല്ല രീതിക്ക് അവിടെ ഉണ്ട് കേട്ടോ. നല്ല ക്യൂട്ട് നൈറ്റ് വെയേഴ്സ് ഒക്കെ ഉണ്ട്. ആരെങ്കിലും ഇവിടെ വരാമെന്നെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ നിന്ന് ഞാനൊരു കുർത്തി വാങ്ങിയിട്ടോ. ഞാനത് അവസാനം കാണിക്കാം. വെറും 199 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. ഓഫർ ഉണ്ട് കേട്ടോ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഒരു കാഴ്ച ഞാൻ കണ്ടത്. കുഞ്ഞാമ്മ ഒരു കൂട്ടുകാരിനൊക്കെ കണ്ടുപിടിച്ച് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് ചേച്ചിമാരെ, ചേട്ടന്മാരെ, അവളുടെ പ്രായമുള്ള മക്കളെ, ചെറിയ മക്കളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കുശലം പറച്ചിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. നല്ല ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. സംഭവം കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുള്ളൂ, പക്ഷെ നമ്മൾ കുറേ നടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നേരെ പോകാൻ പോകുന്നത് നമ്മുടെ സ്വാമിനാഥ വൈഭവത്തിലേക്കാണ്. ഇത് എൻ്റെ നാട്ടിൽ തന്നെയാട്ടോ ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്, പേരാമംഗലത്ത്. ഗൈസ്, ഇവിടുത്തെ ഫുഡ് ഉണ്ടല്ലോ, നമ്മൾ നോർമലി വെജും ഒക്കെ ബിരിയാണിയും ഒക്കെ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവലില്ല. ഞാൻ ഓർഡർ ചെയ്തത് നെയ്ച്ചോറും പിന്നെ ഗോബി മഞ്ചൂറിയൻ ആണ് കേട്ടോ. എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ആക്രാന്തത്തോടെ കഴിച്ചപ്പോൾ വയറൊക്കെ ഫുള്ളായി പൊട്ടാറായി. പിന്നെ ഒരു മാംഗോ ജ്യൂസ് ഒക്കെ കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി. ഇതാണ് ഞാൻ വാങ്ങിച്ച കുർത്തി കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് ലൂസായിരുന്നു, പക്ഷെ എന്ത് രസമാണെന്നറിയോ. കളറ് ഭയങ്കര അടിപൊളി കളറാണ്. പിന്നെ 2 മേടിച്ചു. ഇത് എനിക്കും പിന്നെ ഇത് അമ്മയ്ക്കും ആണ് കേട്ടോ മേടിച്ചത് ഈ കളറ്. ഇത് എന്നെക്കാട്ടും ഭംഗി അമ്മ ഇട്ടപ്പോഴാണ്. ഭയങ്കര രസം ഉണ്ടായിരുന്നു ഈ കളർ കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ എന്തായാലും പോകുമ്പോൾ. നല്ല ഓഫർ ഉണ്ട് അവിടെ. പിന്നെ ഇന്ന് വാങ്ങിച്ച ഐറ്റംസ് ഒക്കെ ആയിട്ട് കുഞ്ഞാമ്മി നല്ല കളിയാണ് കേട്ടോ. അവൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഈ ഒരു സാധനം അമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. ഞാൻ അവസാനം പറയാം. ഹലോ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷോപ്പിംഗ് വ്ലോഗ്. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കുറച്ച് ഐറ്റംസ് ഞാൻ മേടിച്ച ഐറ്റംസ് നിങ്ങൾക്ക് കുറച്ച് കൗതുകം തോന്നുന്ന ഐറ്റംസ് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ പറയുക, കാണിച്ചു തരാം. ഓക്കെ, ഞാൻ മേടിച്ചത് ആദ്യം മുമൂസോ എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക, അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ് ഞാൻ. ഓക്കെ, ഇതൊരു സെറാമിക് കപ്പാണ് കേട്ടോ. സെറാമിക് കപ്പാണ്, ക്യൂട്ട് സെറാമിക് കപ്പാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സ്ട്രോ വരുന്നുണ്ട്. ഗ്ലാസിൻ്റെ സ്ട്രോ ആണ് കേട്ടോ വരുന്നത്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്കതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചു. അപ്പോൾ അവിടെ പല വെറൈറ്റീസും ഉണ്ട്. നിങ്ങൾ ഇനിയിപ്പോൾ ഷോപ്പിൽ പോവുകയാണെങ്കിൽ ഒന്ന് നോക്കി നോക്കാം. ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂട്ട് കപ്പ്. ഇനി ഇതിൽ ഫുള്ള് ഷോർക്കലായിരിക്കും ഞാൻ. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഞാൻ മേടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നോട്ട് പാഡ്സ് ആണ്. ഒരു എന്താ പറയുക, ഒരു ഡയറിയാണ് ഞാൻ മേടിച്ചത്. ഒരു ക്യൂട്ട് ഡയറിയാണ്. മാഗ്നറ്റ് ലോക്കൊക്കെ വരുന്ന ഒരു ഡയറിയാണ് കേട്ടോ അത്. പക്ഷെ ഇതിപ്പോൾ ഇങ്ങനെ പൊളിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂട്ട് ഡയറി. ഇത് മാഗ്നറ്റ് ആണ്. ഇത് അൺലോക്ക് ചെയ്ത് എന്താ പറയുക, നമുക്ക് ഇങ്ങനെ തുറന്ന് ഇങ്ങനെ ഇടാം ഗൈസ്. കണ്ടോ, ഭയങ്കര ക്യൂട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനത്തെ ഡയറീസ് എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഡയറീസ്. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ക്യൂട്ട് ഐറ്റംസിനോട് എപ്പോഴും ഭയങ്കര ക്രേസാണ്. ഞാനൊരു 100 ഇങ്ങനത്തെ ഡയറീസ് മേടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അങ്ങനെ കണ്ടമാനൊന്നും എഴുതില്ലെങ്കിലും എനിക്കിങ്ങനെ മേടിച്ച് വയ്ക്കാൻ എനിക്ക് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അത് ഭയങ്കര ഇതാണ്. ഇതിനത്ര റേറ്റൊന്നുമില്ല, ഭയങ്കര റേറ്റ് കുറവാണ്. 215 ഉള്ളൂ ഈ ഒരു ബുക്കിന് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലൊരു ക്യൂട്ട്, ഇതിനും അത്ര 69 റുപ്പീസ് ഉള്ളൂ കേട്ടോ. അവിടെ നിന്ന് മേടിച്ചാണ് ഷോപ്പിൽ നിന്നും. ഇതൊന്നും മുമ്മൂസോന്ന് മേടിച്ചതല്ല. മുമ്മൂസോന്ന് ആകെ ഈ സെറാമിക് കപ്പ് മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ. ഇതൊക്കെ നമ്മൾ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന്, ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. ഇതുപോലൊരു ക്യൂട്ട് കണ്ടോ, ഇതുപോലൊരു ക്യൂട്ട് ഒരു നോട്ട് പാഡ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് കുറിക്കണം എന്നുണ്ടെങ്കിൽ. ഇതുപോലെ വേറെ ഐറ്റംസും ഞാൻ മേടിച്ചിട്ടുണ്ട്. അതിന് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാം, ഷോർട്സിലിടാം. ഓക്കെ, പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത്
കുഞ്ഞാമ്മയ്ക്കാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇതൊരുവിധം ഇത് പൂരപ്പറമ്പിലടക്കം കിട്ടും, അങ്ങനത്തെ ഐറ്റമാണ്. ഇത് നല്ല രസമാണ് കേട്ടോ. ഇത് ഈ ഒരു ഐറ്റം ഞാൻ എൻ്റെ മകൾക്ക് മേടിക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾക്ക് പേന അല്ലെങ്കിൽ പെൻസിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും കോറി വരയ്ക്കലാണ്. അങ്ങനത്തെ പരിപാടി ചെയ്യുമ്പോൾ നമുക്ക് കൈ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ മാത്രമേ കോറി വരയ്ക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. വേറെ എവിടെ ഈ പെന്നോട് കോറി വരച്ചിട്ടും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അവൾക്കിത് ഭയങ്കര ഇഷ്ടമാവും ചെയ്തിരിക്കുന്നു. അപ്പോൾ അമ്മമാരോടാണ്, അപ്പം അമ്മമാർക്ക് ഈ ഒരു ഐറ്റം ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും, മക്കൾക്ക് എൻഗേജ്ഡ് ആക്കി ഇരുത്താൻ വേണ്ടിയിട്ടും. അതുപോലെ തന്നെ ഇത് എന്താ പറയുക, വേറെ പെന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മക്കൾ പലയിടത്തും കോറി വരയ്ക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ പെന്ന് ഇതിൽ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറൊരു ഐറ്റം കൂടെ മറന്നു കാണിച്ചു തരാം. ഇത് ഞാൻ വെറുതെ മേടിച്ചതാണ് കേട്ടോ. അങ്ങനെ സോറി, മുടി വീഴുന്നു, സോറി. അപ്പോൾ കണ്ടോ, അപ്പം നെക്സ്റ്റ് ഞാൻ മേടിച്ചത് ഈ ഒരു ക്ലച്ചാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനത്തെ ഒരെണ്ണം മേടിക്കണം എന്ന്. അപ്പം അതുകൊണ്ട് മേടിച്ചതാണ്. ഇതിന് അത്ര വലിയ പൈസ ഒന്നുമില്ല, 80 റുപ്പീസ് എന്നുള്ളൂ. ഇത് ഞാൻ മേടിച്ചു. പിന്നെ കുറച്ച് ഐറ്റംസ് മേടിച്ചു. അത് നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള, എന്താ പറയുക, കുഞ്ഞാമ്മിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയാണ് മേടിച്ചത്. ഫുഡ് ഐറ്റംസ്, അങ്ങനെ കുഞ്ഞാമ്മിക്ക് വേണ്ട ഫുഡ്, കുഞ്ഞാമ്മിക്ക് വേണ്ട ഐറ്റംസ് ഒക്കെയാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക്സ്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ എന്താ പറയുക, എനിക്ക് ഇത്രയും എൻകറേജ്മെൻറ്റ് കിട്ടുന്നത്. ഈ വീഡിയോസ് ഇടാനായാലും ഇങ്ങനെ വ്ളോഗ് ഇടാനായാലും ഒക്കെ ഭയങ്കര എനർജി കിട്ടുന്നത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതുപോലെ വീഡിയോസ് എടുക്കാനും എല്ലാത്തിനുള്ള ഒരു എനർജി കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ വീഡിയോസ് ഇരുന്ന് കാണാറുണ്ട്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം. അപ്പം ഞാനതുപോലെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.